യക്ഷഗാന മത്സരത്തിൽ കൊല്ലം പാരിപ്പള്ളി അമൃത സ്കൂളിലെ കുട്ടികളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നിങ്ങൾ വളരെ നന്നായി പെർഫോം ചെയ്തു. ഞാൻ ആ കാഴ്ച കണ്ടു. നിങ്ങളും ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നന്നായിട്ട് ചെയ്തു. എന്താണ് നിങ്ങൾ അവതരിപ്പിച്ച ഈ കഥയെ കുറിച്ചൊന്ന് പറയാമോ? മുറാസുരനെ വധിക്കുന്നതായിട്ടാണ്, ദേവി വധിക്കുന്നതായിട്ടാണ്. മുറാസുരൻ ആദ്യം ഇന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്യും, ഇന്ദ്രലോകം കീഴടക്കാൻ വേണ്ടിയിട്ട്. അപ്പം മുറാസുരൻ വിജയം കൈവരിച്ചിട്ട് ഇന്ദ്രൻ പരാജയപ്പെടും. അങ്ങനെ ഇന്ദ്രൻ ചെന്ന് വിഷ്ണുവിനോട് പറയും ഈ യുദ്ധത്തിനെ പറ്റി. അങ്ങനെ പിന്നെ മുറാസുരൻ വിഷ്ണുവായിട്ട് യുദ്ധത്തിനോട്ട് പോവും, വിഷ്ണു ലോകം കീഴടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിഷ്ണു മുറാസുരൻ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ വിഷ്ണു പിന്നും പരാജയപ്പെടും. അങ്ങനെ വിഷ്ണു ചെന്ന് ദേവിയെടുത്ത് കാര്യം അവതരിപ്പിക്കുമ്പോൾ ദേവി ചെന്ന് മുറാസുരനുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് പോവും. അങ്ങനെ അപ്പോൾ മുറാസുരനെ വധിക്കുന്നതായിട്ടാണ് നമ്മുടെ കഥ. തീർച്ചയായും വളരെ നന്നായി ഈ ഒരു കഥ നിങ്ങൾ ഈ യക്ഷഗാന വേദിയിൽ അവതരിപ്പിച്ചു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനൊരു പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ എങ്ങനെയാണ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? ആരാ പറയാ? സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും പേരൻസൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അമ്മയുടെ നല്ല അനുഗ്രഹം കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റി. തീർച്ചയായും അത് തന്നെയാണ് പാരിപ്പള്ളി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കലയെ ഏറെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എല്ലാ കലോത്സവ വേദികളിലും ഈ ടീച്ചർമാരുടെയൊക്കെ പിന്തുണയോടുകൂടി ഈ കലോത്സവ വേദിയിൽ എത്താൻ സാധിക്കുന്നതും അത്തരത്തിൽ അല്ലേ ഈ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് വളരെ വിജയങ്ങൾ, നല്ല രീതിയിലുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. ടീച്ചർ ഇന്ന് മുന്നോട്ട് വരാമോ? ടീച്ചറുടെ പേരെന്താണ്? എൻ്റെ പേര് ബീന എന്നാണ്. എങ്ങനെയായിരുന്നു ഇവരുടെ പരിശീലനം, ഇവരുടെ ഒരു സെക്ഷനൊക്കെ എങ്ങനെയായിരുന്നു? കണ്ടിന്യൂസ് ട്രെയിനിങ് ആയിരുന്നു. നല്ല ആക്റ്റീവായിട്ട് അവർ ട്രെയിനിങ് എടുത്തു. എന്താ പറയുക, ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇവിടം വരെ എത്താൻ വേണ്ടി അമ്മയുടെ അനുഗ്രഹം, മാനേജ്മെൻറ്റ്, സ്കൂള്, അധ്യാപകർ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ട് ഇവിടം വരെ എത്തി. തീർച്ചയായും ആ ഒരു അമ്മയുടെ അനുഗ്രഹവും നിങ്ങളുടെ ആ കഴിവിൻ്റെ ആ 100% വിലയിരുത്തി നോക്കുകയാണെങ്കിൽ അതിനൊരു ഫലം ഈ റിസൾട്ടുകളിലൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നു. ദേവിയാണെന്ന് തോന്നുന്നു. ദേവി ഒന്ന് മുന്നോട്ട് വരാമോ? ദേവിക്ക് വേഷം പെട്ടെന്ന് അഴിക്കേണ്ടി വന്നു. ദേവിയുടെ പ്രകടനം ഞങ്ങൾ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ പെർഫോം ചെയ്ത സമയത്ത്? നമ്മുടെ ആ ഒരു ആത്മീയമായി നമുക്ക് കിട്ടുന്ന ആ ഒരു ആത്മീയ അല്ലേ ദേവിയുടെ ഒരു അനുഗ്രഹമൊക്കെ ഉണ്ടാവും. ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല വേദനയുണ്ട്, അത്ര. അതായത് ഈ വേഷങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് ഇത്രയും സമയം ഡാൻസ് ചെയ്യുമ്പോൾ നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് സഹിക്കേണ്ടി വരും അല്ലേ? ഒരുപാട് സഹിക്കേണ്ടി വരും. നല്ല വെയിറ്റാണ് ഈ വെക്കുന്ന സംഭവത്തിനൊക്കെ, നല്ല വെയിറ്റാണ്. ഇടുന്ന ഡ്രസ്സിനായാലും ഓർണമെൻറ്റ്സിനായാലും എല്ലാത്തിനും നല്ല വെയിറ്റ് ഉള്ളൊരു സംഭവമാണ്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടെല്ലാം കാണും. തീർച്ചയായും മോളുടെ അത് ബുദ്ധിമുട്ടില്ല. കാര്യം മോളുടെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മക്കൾ മാത്രമല്ല ഈ എല്ലാ മക്കൾക്കും ഇത് കണക്ക് വളരെ ഇല്ലേ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് യക്ഷഗാനം വേദിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. തീർച്ചയായും വളരെയധികം നന്ദി. യക്ഷഗാന വേദിയിലെ ഇവരുടെ ഈ ഒരു പെർഫോമൻസ് നമ്മളെല്ലാം കണ്ടു. വളരെ മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. പാരിപ്പള്ളി അമൃത സ്കൂളിന് ഇത്തരത്തിൽ കലാമേഖലകളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിരവധി നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെക്കാൻ കഴിയുന്നത്. പ്രദീപ് വാളത്തുങ്ങളിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്.